ഹലോ എവ്രിവൺ, വെൽക്കം ടു ടോമി പുലിക്കാട്ടിൽ ഹാൻഡിക്രാഫ്റ്റ്സ്. നമ്മൾ ഇന്ന് കാണുന്നത് നിലവിളക്കുകളുടെ കളക്ഷൻസ് ആണ്. ആദ്യമായി നമ്മൾ ആരതി ഒഴിയുന്ന വിളക്കുകളുടെ കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത്. ബ്രാസിലുള്ള ആരതി ഒഴിയുന്ന വിളക്കാണിത്. ഇതിൽ നമുക്ക് എണ്ണ ഒഴിക്കുന്ന ആ ഒരു ഉപകരണം ഉൾപ്പെടെ നമ്മൾ ബ്രാസിലാണ് ചെയ്തിരിക്കുന്നത്. ആരതി ഒഴിയുന്ന വിളക്കുകളുടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണിത്. ബ്രാസിൽ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. മയിലിൻ്റെ മാതൃകയിലുള്ളൊരു വിളക്കാണിത്. ഇതും നമുക്ക് തിരികൾ വെച്ച് ആരതി ഒഴിയാൻ പാകത്തിന് ചെയ്തിരിക്കുന്ന ബ്രാസിൽ ചെയ്ത് തീർത്തിരിക്കുന്ന ഒരു വിളക്കാണിത്. കർപ്പൂരമൊക്കെ കത്തിച്ച് നമുക്ക് ഒഴിയാൻ പാകത്തിനുള്ള ഒരു വിളക്കാണിത്. നിറയെ തിരികൾ കത്തിച്ച് അതിമനോഹരമായ രീതിയിൽ ബ്രാസിൽ ചെയ്ത് തീർത്ത ഒരു ആരതി വിളക്കാണിത്. ഇത് 3 തട്ടിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മയിലിൻ്റെ മാതൃകയിൽ കൈപ്പിടിയോട് കൂടിയിട്ടുള്ള ആരതി വിളക്കാണിത്. വളരെ ഭംഗിയായിട്ടുള്ള ഒരു ബേസും ഇതിന് ബ്രാസിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുടെ മാതൃകയിലുള്ള ബ്രാസിൽ ചെയ്ത് തീർത്തിരിക്കുന്ന ഒരു ആരതി വിളക്കാണിത്. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ബ്രാസിൽ തന്നെ ചെയ്ത് തീർത്ത ഒരു ആരതി വിളക്കാണിത്. നിറയെ തിരികൾ കത്തിക്കാൻ പാകത്തിനുള്ള ഒരു ആരതി വിളക്കാണ്. മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മണിയോടുകൂടി അലങ്കരിച്ചിരിക്കുന്ന ഒരു ബ്രാസിൽ ചെയ്ത് തീർത്തിരിക്കുന്ന ആരതി വിളക്കാണിത്. എല്ലാ പൂജാപാത്രങ്ങളുടെയും ഒരു മിനിയേച്ചർ സെറ്റാണിത്. തൂക്കുവിളക്കുകളുടെ കളക്ഷൻസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് മയിലിൻ്റെ ആകൃതിയിലുള്ള വളരെ ഭംഗിയുള്ള ഒരു 5 തിരികൾ നമുക്ക് കത്തിക്കാൻ പാകത്തിനുള്ള ഒരു ബെല്ലോട് കൂടിയിട്ടുള്ള തൂക്കുവിളക്കാണ്. പൂർണ്ണമായി ബ്രാസിലാണ് ഇതിൻ്റെ ചെയിനും വിളക്കുകളും ബെല്ലും എല്ലാം വരുന്നത്. ഗണപതിയുടെ രൂപത്തോട് കൂടിയിട്ടുള്ള ഒരു തൂക്കുവിളക്കാണിത്. ശ്രീകൃഷ്ണൻ്റെ രൂപത്തിലുള്ള ഒരു തൂക്കുവിളക്കാണിത്. 2 മയിലോട് കൂടിയിട്ടുള്ള ഒരു തൂക്കുവിളക്കാണ്. മണിയോട് കൂടിയിട്ടുള്ള ഒരു തൂക്കുവിളക്കാണ്. ബ്രാസിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആൻറ്റിക് ലുക്കിലാണ് ഈ ഒരു വിളക്ക് വരുന്നത്. ആൻറ്റിക് ഫിനിഷിൽ ചെയ്തിരിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ ഒരു വിളക്കാണിത്. മണിയോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബ്രാസിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നിലവിളക്കിൻ്റെ ആകൃതിയിൽ വരുന്ന തൂക്കുവിളക്കാണിത്. ബ്രാസിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. മാർത്തോമ കുരിശിൻ്റെ ആകൃതിയിൽ വരുന്ന തൂക്കുവിളക്കാണിത്. നമുക്ക് ടേബിളിലൊക്കെ വെക്കാൻ പാകത്തിനൊക്കെ ആയിട്ടുള്ള ഒരു വിളക്കാണിത്. നരസിംഹമൂർത്തിയുടെ ആകൃതിയിലാണ് ഈ വിളക്ക് വന്നിരിക്കുന്നത്. തത്തമ്മയുടെ ചുണ്ടിൽ തൂങ്ങിക്കിടക്കുന്ന രീതിയിലുള്ളൊരു വിളക്കാണിത്. നമുക്ക് ടേബിളിലൊക്കെ ഡെക്കോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രാസിൽ ചെയ്ത് തീർത്തിരിക്കുന്ന ഒരു വിളക്കാണിത്. നമുക്ക് വാളിലൊക്കെ ഹാങ് ചെയ്ത് വെക്കാൻ പാകത്തിനുള്ള ഒരു വിളക്കാണ്. കംപ്ലീറ്റ്ലി ബ്രാസിലാണ് ചെയ്തിരിക്കുന്നത്. സരസ്വതി ദേവിയുടെ ആകൃതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. തത്തയുടെ മാതൃകയിലുള്ള വാളിൽ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തൂക്കുവിളക്കാണിത്. ആൻറ്റിക് ഫിനിഷിൽ മണിയോടുകൂടി ഗണപതിയുടെ ആകൃതിയിൽ ചെയ്തിരിക്കുന്ന ഒരു വാൾ ഹാങ്ങിങ് ആയിട്ടുള്ള വിളക്കാണിത്. ആൻറ്റിക് ഫിനിഷിൽ ചെയ്തിരിക്കുന്ന മറ്റൊരു വാൾ ഹാങ്ങിങ് വിളക്കാണിത്. പൂജകൾക്ക് ഉപയോഗിക്കാനും അതുപോലെ തന്നെ നമുക്ക് വീടുകളിൽ വെക്കാനും ഒക്കെ പാകത്തിന്, നമുക്ക് ടേബിളിലൊക്കെ വെക്കാൻ പാകത്തിന് 3 തട്ടോട് കൂടിയിട്ടുള്ള വിളക്കുകളാണിത്. ബ്രാസിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പല സൈസസിലും ഷേപ്പിലും നമുക്ക് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് വീടുകളിലൊക്കെ വെക്കുന്ന നമ്മുടെ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആ ഒരു മോഡലാണ് നിലവിളക്ക്. ഈ ഒരു നിലവിളക്കിൻ്റെ പല സൈസസ്, ഇതിനെക്കാട്ടിലും ചെറുതും വലുതുമായിട്ടുള്ള പല സൈസസിലും പല റേഞ്ചിലും നമുക്ക് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ വെക്കുന്ന നിലവിളക്കുകളുടെ പല സൈസസിലും നമുക്ക് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ചെറുതും വലുതും മീഡിയം സൈസും അങ്ങനെ പല സൈസസിലും നമുക്ക് നിലത്തുനിന്ന് മേളിലോട്ടുള്ള ആ ഒരു വലിയ സൈസ്, നമുക്ക് നിലത്തൊക്കെ വെക്കാൻ പാകത്തിനുള്ള വലിയ സൈസുകൾ വരെ നമുക്ക് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മേൽഭാഗത്ത് മയിലിൻ്റെ ഷേപ്പോട് കൂടിയിട്ടുള്ള നിലവിളക്കുകളുടെയും പല സൈസസ് നമുക്ക് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ മയിൽ മാത്രമല്ല, മർത്തോമ കുരിശിൻ്റെ ആകൃതിയിലുള്ളതും നമുക്ക് നമ്മുടെ ഷോപ്പിൽ പല സൈസസിൽ അവൈലബിൾ ആണ്. മയിലിൻ്റെ ആകൃതിയിൽ ഉള്ളൊരു നിലവിളക്കാണ്. ഇതിൻ്റെ ബേസ് ആയിക്കൊള്ളട്ടെ, അതുപോലെ ഇതിൻ്റെ വിളക്കുകളുടെ ആ ഒരു ആകൃതിയും എല്ലാം വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. ഇത് ബ്രാസിൽ ചെയ്ത് തീർത്ത ഒരു വിളക്കാണ്. നിലവിളക്കുകളിൽ നമുക്ക് ഏറ്റവും ചെറിയ സൈസ് മുതൽ നമുക്ക് നിലത്ത് വെക്കാൻ പാകത്തിനുള്ള നമ്മളുടെയൊക്കെ ഒരു ഹൈറ്റ് വരുന്ന പാകത്തിനുള്ള ആ വലിയ വിളക്കുകൾ വരെ നമുക്ക് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനുമായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറായ 9947034883 എന്ന വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യുക.
അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൻ്റെ പേര് ടോമി പുലിക്കാട്ടിൽ ഹാൻഡിക്രാഫ്റ്റ്സ്. നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ജില്ലാ കോടതി പാലത്തിന് സമീപം KSRTC ബോഡ്ജെട്ടി റോഡ്, ആലപ്പുഴ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.